നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. യു.ഡി.എഫ് അധികാരത്തിലെത്തി. മന്ത്രിസഭാ യോഗങ്ങൾ 2 മന്ത്രിസഭാ യോഗങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇനിയാണ് യു.ഡി.എഫിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി നേരിടാൻ പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, യു.ഡി.എഫിലെ ഏറ്റവും വലിയ ഘടകകക്ഷി, അതായത് 63 സീറ്റ് നേടിയ കോൺഗ്രസിൻ്റെ ഉള്ളിലെ കെ.പി.സി.സി പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ളൊരു സാധനം. ഓൾറെഡി എ.ഐ.സി.സി പറഞ്ഞിട്ടുണ്ട്, നിലവിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ എം.എൽ.എമാരോ ആൾക്ക് 2 പൊസിഷൻ ഒരുമിച്ചെടുക്കാൻ പാടില്ല. അതായത് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കെ.പി.സി.സി പ്രസിഡന്റ്, അല്ലെങ്കിൽ എം.പി സ്ഥാനം കെ.പി.സി.സി പ്രസിഡന്റ്, അല്ലെങ്കിൽ എം.എൽ.എ സ്ഥാനം കെ.പി.സി.സി പ്രസിഡന്റ്. ഇങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ചെടുക്കണ്ട. ഒരു പാർട്ട് ടൈം ജോബ് എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും കെ.പി.സി.സിയെ കാണണ്ട. ഫുൾ ടൈമായിട്ട് അതിനിരിക്കണം എന്നുള്ളൊരു സാധനം മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ അവർക്ക് ജാതി മത സമവാക്യങ്ങൾ മുമ്പോട്ട് വെക്കണം. ഇപ്പോൾ ഷാഫി പറമ്പിലെ പോലത്തെ ആൾക്കാർ പറയുന്നത് അതിൽ പ്രാതിനിധ്യം, മൈനോറിറ്റി മുസ്ലിം പ്രാതിനിധ്യം കുറവാണെന്നുള്ള സാധനം മുമ്പോട്ട് വെക്കുന്നു. പ്രത്യേകിച്ച് ഈ ജയിച്ച എം.എൽ.എമാരിൽ മുസ്ലിംസ് വളരെ കുറവാണെന്നുള്ളതാണ് ഷാഫി മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം. പക്ഷെ അത് ലീഗിനെ വെച്ച് മറികടക്കുന്ന യു.ഡി.എഫ് കോൺഗ്രസ് പറയുന്നു. ഇത്തരത്തിൽ എല്ലാ ജാതി മത സമവാക്യങ്ങളും നോക്കുമ്പോൾ ഇനി ആരായിരിക്കും അടുത്ത കെ.പി.സി.സി പ്രസിഡന്റ്? അടുത്ത കെ.പി.സി.സി പ്രസിഡന്റ് ആരായിരിക്കും എന്ന് നമുക്ക് പറയുന്നതിനേക്കാൾ എളുപ്പം എങ്ങനെയുള്ള ആളായിരിക്കണം കെ.പി.സി.സി പ്രസിഡന്റ് എന്ന് പറയുന്നതിൻ്റെ അല്ല. ഏത് തരത്തിലുള്ള ആളായിരിക്കണം കെ.പി.സി.സി പ്രസിഡന്റ്. ഇപ്പോൾ ഇവിടെ ഇത്തവണ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന, അല്ലെ കേരള രാഷ്ട്രീയത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, വലിയ ജാതിമത പരിഗണനകൾ കൂടാതെ നേതാക്കന്മാരത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും, സ്ഥാനാർത്ഥികളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, ജനങ്ങൾ അത്തരം കൺസിഡറേഷൻസ് മാറ്റി വെച്ചുകൊണ്ട് വോട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ കൊച്ചിയിലെ ഷിയാസ് ജയിക്കുമ്പോൾ, അവിടെ ജോയി, അവിടെ തവനൂർ ജയിക്കുമ്പോൾ, ഇത് കാണിക്കുന്ന ഒരു രൂപം, അല്ല ഇവിടെ ജയിക്കുന്ന പോലും പ്രധാനപ്പെട്ട കൊടുങ്ങല്ലൂർ ജനീഷ് ജയിക്കുന്ന പോലും. അപ്പോൾ ഇത്തരം ജാതി മതേതരത്വ സ്വഭാവത്തോടെ ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ ഉറപ്പായിട്ടും അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട ചുമതല നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട്. കെ.പി.സി.സി പ്രസിഡന്റ് ആരായിരിക്കണം എന്ന് വെച്ചാൽ ആദ്യത്തെ ഉത്തരം കഴിവുള്ളവനും സംഘടനയും ഒരുമിച്ച് നിർത്താൻ കഴിവുള്ളവനായിരിക്കണം. ഇതിപ്പോൾ ആരാന്നുള്ളതൊക്കെ കണ്ടുപിടിക്കേണ്ട അവരാണ്. ഇപ്പോൾ കെ.സി. വേണുഗോപാലാണ് കെ.പി.സി.സി പ്രസിഡന്റ്. അപ്പോൾ ഇവിടെ നായർ എന്നുള്ള പ്രശ്നം വരും. 2 നായർ, മുഖ്യമന്ത്രി നായർ, കെ.പി.സി.സി പ്രസിഡന്റ് നായർ, പിന്നെ വീണ്ടും എം.പി ആണ്. അപ്പോൾ ഇത്തരം ഫിൽറ്റർ ചെയ്ത് വരുമ്പോൾ കൊള്ളാവുന്നവരാരുണ്ട് എന്നുള്ള ചോദ്യം യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസ്സിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മന്ത്രിമാരെ തിരഞ്ഞെടുത്തു, പല ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തു. 1-2 പേരൊഴികെ എല്ലാവരും തന്നെ കുഴപ്പമില്ലാത്തവരാണ്. മറ്റേത് ഇടതുപക്ഷത്തുണ്ടായിരുന്ന ഏത് മന്ത്രിയേക്കാളും മെച്ചപ്പെട്ടവരാണ് അവർ. അപ്പോൾ ഈ ആരായിരിക്കണം കഴിവുള്ളവൻ ആരാണെന്ന് വെച്ചാൽ കഴിവ് പിന്നെയാണ് കാണിക്കാൻ പോകുന്നത്. സണ്ണി ജോസഫിന് അത്രയും പ്രകടമായത് കാണിക്കാൻ പറ്റിയില്ല. കാരണം സുധാകരൻ്റെ നിഴലായിട്ട് അദ്ദേഹം വരുന്നത്. പിന്നെ വരുന്ന സതീശനും ഇവിടെ എല്ലാം പവർഫുള്ളായിട്ട് സംഘടനയിലും പാർലമെൻ്ററി പാർട്ടിയിലും ഒരുപോലെ ഷൈൻ ചെയ്യുന്ന സമയമാണത്. ആ സമയം കൊണ്ട് പുതിയ സണ്ണി ജോസഫിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. സണ്ണി ജോസഫിന് വരെ ക്രിസ്ത്യാനിയെ വേണമെങ്കിൽ ഇഷ്ടംപോലെ ക്രിസ്ത്യാനിയുടെ പേരുണ്ട്. കെ.സി. ജോസഫുണ്ട്, ഇതുണ്ട്, നമ്മുടെ മാത്യു കുഴൽനാട്. ഏറ്റവും സ്യൂട്ടബിളായിട്ട് വരേണ്ടിയിരുന്ന ആൾ മാത്യു കുഴൽനാടാണ്. പക്ഷേ എം.എൽ.എ എന്നുള്ള പ്രശ്നം വരും. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള പേരുകൾ, മുന്നോട്ട് വന്ന പേരുകളിൽ അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്ത ആൾ കെ.സി. ജോസഫാണ്. പിന്നെ അതല്ല, മാത്യു കുഴൽനാടിനും ഈ പറഞ്ഞ പോലെ ലീഗും തമ്മിലുള്ള ഘടകകക്ഷികൾ ആദ്യം തന്നെ അഭിപ്രായ വ്യത്യാസം വരും. അതുകൊണ്ടല്ലെങ്കിൽ ഉറപ്പായിട്ടും റോജിക്ക് വരും മന്ത്രിയാക്കേണ്ടതായിരുന്നു. അല്ല, ഏറ്റവും നല്ലത് മാത്യു കുഴൽനാടനെ, റോജിയെ കെ.പി.സി.സി പ്രസിഡന്റ് ആക്കായിരുന്നു. മാത്യു അവരുടെ സംസാരിക്കും ചെയ്യുന്നു. അതാ, മാത്യു നന്നായിട്ട് പ്രസംഗിക്കും ചെയ്യും, കാര്യങ്ങൾ കൃത്യമായിട്ട് ആൾക്കാർക്കിടയിൽ എത്തിക്കാൻ കഴിവുള്ള ഒരാൾ. അല്ല, മാത്യുവിൻ്റെ പ്രശ്നം വെച്ചാൽ മറ്റവനെ ഒരു കുന്തമുനയിൽ മുൾമുനയിൽ നിർത്തി സംസാരിക്കാൻ അറിയാം. വാദിക്കുന്ന ഇപ്പോൾ സതീശനാ കഴിവുണ്ട്. വെറുതെ വർത്തമാനം പറഞ്ഞു പോവല്ല, മുരളിക്ക് പരിഹസിക്കാൻ അറിയാം മറ്റവൻ എതിരാളി. ഓരോരുത്തരുടെ സംസാരത്തിന് ഓരോ കഴിവാണ്. മുരളി കാര്യം പറയുന്ന കൂട്ടത്തിൽ മറ്റവനെ കൊല്ലുകയും കൂടെ ചെയ്യും, മർമ്മം പറയും. സതീശൻ ചോദ്യങ്ങളിൽ മുൾമുന ഉത്തരം പറയാനില്ലാത്ത രീതിയിലാക്കും. കൊള്ളാടന സ്റ്റൈലാണ്. അപ്പം അത് ഓരോരുത്തരുടെ പ്രസംഗിക്കാനുള്ള കഴിവനുസരിച്ച് കാര്യങ്ങൾ പോകും. ഇവിടെ കെ.പി.സി.സി പ്രസിഡന്റ് എന്നുള്ള അതിലേക്ക് നമ്മൾ ചർച്ചയിലേക്ക് വരുമ്പം കേരളത്തിലെ പ്രമുഖരായ 10-25 ആൾക്കാരെ പറയാം. എത്ര പേരുടെ പേര് പറയാം? ക്രിസ്ത്യൻ വിഭാഗത്തിലാണെങ്കിൽ സാധാരണ തോറ്റുപോയവരുണ്ട്, ജയിച്ചവരുണ്ട്. തോറ്റുപോയവരെടുത്തു കഴിഞ്ഞാൽ അതിലും ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് കിട്ടാനുണ്ട്. മുസ്ലിംസ് ഇപ്പോൾ ഷാനവാസിൻ്റെ കാര്യം പറഞ്ഞു. ഷാനവാസും പോട്ടെ, ഷാഫി പറമ്പിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ തരത്തിലും യോഗ്യനായ ഒരു കെ.പി.സി.സി പ്രസിഡന്റ് ആയതിനെ പാർലമെൻറ്റ് മെമ്പർ ആയില്ലായിരുന്നെങ്കിൽ ആ ഒറ്റ ഡിസ്ക്വാളിഫിക്കേഷനേ ഉള്ളൂ. പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ ഗ്രൂപ്പുകളിലേക്ക് പോയി ഓരോ വിഭാഗത്തിന് കൊടുത്ത് നിന്ന് ഷാഫി പറമ്പിൽ തൻ്റെ പേര് കുറേ കളഞ്ഞിട്ടുണ്ട്. അതിനെ തിരിച്ചെടുക്കുക എന്നുള്ള പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ പോലും ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് മാത്രം പറയേണ്ട ആൾ, ഞാൻ കെ.സിയുടെ ആൾ, ഞാൻ സതീശൻ്റെ ആൾ, അല്ലെങ്കിൽ ഞാൻ രമേശൻ്റെ ആളെന്നുള്ള രീതിയിലേക്ക് ഷാഫി പറമ്പിൽ മാറിയപ്പോൾ ഉറപ്പായിട്ടും പറ്റി. പിന്നെയുണ്ട് വേറെ ഇഷ്ടം പോലെ. അടൂർ പ്രകാശ് UDF കൺവീനറാണ്.
അദ്ദേഹത്തിനെ വേണമെങ്കിൽ KPCC പ്രസിഡന്റ് ആകാം. അതെ. അല്ലാതെ ഇപ്പോൾ MLA MP അല്ലാത്ത ഇപ്പോൾ തൽക്കാലം അറിയപ്പെടുന്ന ഒരു നേതാവ് കോൺഗ്രസിനില്ല. ഒരുമാതിരിയുള്ളവരെല്ലാം MLA MP ആയി. ഇനി പകരം വേറെ ആൾ വേണം. ഈ കൊടിക്കുന്നിൽ സുരേഷ് വരുമ്പോൾ അപ്പം എന്തായിരിക്കും അവസ്ഥ? കൊടിക്കുന്നിൽ സുരേഷ് MP അല്ലേ? അത് മാത്രമല്ല, ഇപ്പൊ അവർക്ക് ദളിത്, ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് നേരിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയായിട്ട് പോയി സംസാരിക്കുന്നു. മാത്രമല്ല, കൊടിക്കുന്നിൽ സുരേഷ് ഈ പറഞ്ഞ പോലെ KC വേണുഗോപാലിന്റെ ആൾ കൂടിയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ KCക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വാദിച്ച ഒരാൾ ഇയാളാണ്. അപ്പം നേരിട്ട് അവിടെ പോയി മല്ലികാർജ്ജുൻ ഖാർഗെയായിട്ട് സംസാരിക്കുന്നു. ഇവിടുത്തെ KPCC പ്രസിഡന്റ് വേണ്ടിയുള്ള മൂവും പിന്നെ ചലനങ്ങളാണെന്നൊക്കെയാണ് പറയുന്ന മാധ്യമങ്ങൾ. ദളിത് പ്രാതിനിധ്യം സ്ഥാനം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ എങ്ങനെ ചാൻസ്? സാധാരണഗതിയിൽ ഒരു സംഘടനയും KPCC പ്രസിഡന്റായിട്ട് വയ്ക്കുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിന് വളരെ പ്രസക്തിയുണ്ട്. ആന്റണിയെ പോലും മറികടന്നുകൊണ്ട് അല്ലെ വയലാർ രവിയുടെ പ്രസിഡന്റ് ആകുന്നതിന് കാരണം കരുണാകരൻ്റെ ഒറ്റ എതിർപ്പ്. അല്ലെ ആന്റണി അന്ന് പ്രസിഡന്റായി പോകേണ്ടതാണ്. അപ്പോൾ അപ്പോൾ ആ തർക്കം ഇവിടെ നാളെ സതീശൻ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിനെതിരായിട്ട് കൊടുക്കുന്നതിനെതിരായിട്ട് കൊണ്ടുവരും. കൊടുക്കുന്നതിന് ആവശ്യമില്ലാത്ത കയറി ഗ്രൂപ്പിസം പിടിച്ച ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കാതെ ആരെങ്കിലും കൊണ്ടുവരാൻ നോക്കണം. കഴിവുള്ള ആരെങ്കിലും കൊണ്ടുവരണം. ആരാണ് അങ്ങനെ കൊണ്ടുവരുന്നത്? ഇപ്പോൾ KC ജോസഫ് സൈലൻ്റ് ഗ്രൂപ്പ് ഇല്ല വേണം പറയാം. പക്ഷേ KC ജോസഫിന് പ്രായമായി, കഴിവില്ല. ഇനി കഴിവില്ല എന്ന് പറഞ്ഞതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടി 3 സംസ്ഥാന നേതാക്കൾ മന്ത്രിസഭയിലും MLA ആയിട്ടും ഉണ്ടായിരുന്ന പലതരത്തിൽ കോട്ടയം ഡിസ്ട്രിക്റ്റ്. കോൺഗ്രസ് ഏറ്റവും മോശം കോട്ടയം ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. ഉമ്മൻചാണ്ടി മാത്രം ജയിക്കുന്ന സ്ഥിതി മാത്രമായി കോട്ടയം. ഈ 3 പേര് പ്രധാനപ്പെട്ട നേതാക്കന്മാർ 3 പേരുള്ള കോട്ടയം ജില്ല കോൺഗ്രസിനെ വളർത്താൻ പറ്റിയിട്ടില്ല. അത് പഠിക്കണം. പിന്നെ KPCC പ്രസിഡന്റ് ഇദ്ദേഹം കൊണ്ടുവരുന്ന ഒരാളുണ്ട്. ആരാ? രമേശ് ചെന്നിത്തലയുടെ കാൻഡിഡേറ്റ് ഉണ്ട്, ജോസഫ് വാഴക്കൻ. ഒരു അത്യാവശ്യം നല്ല ആളാണെന്ന് തോന്നുന്നു. നല്ല ആളാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ വാഴക്കൻ എന്ന് പറയുന്ന ആൾ ഈ ജനങ്ങളെ ആവേശം കൊള്ളിച്ച് കൂടെ നിർത്താൻ വാഴക്കനെ കൊണ്ട് പറ്റില്ല. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഒരു നല്ല ഗ്രൂപ്പ് മാനേജറാണ് വാഴക്കൻ. പക്ഷെ മറിച്ച് ജനങ്ങളെ ആവേശം, സതീശനുള്ള ഏറ്റവും വലിയ ഗുണം എന്തായിരുന്നു? ജനങ്ങളെ ആവേശം കൊള്ളിച്ച് സാധാരണക്കാരെ ഇപ്പോൾ സംഘടനയ്ക്ക് ആവശ്യം സാധാരണ ജനങ്ങളെ കൂടെ നിർത്തുക എന്നുള്ള, അതിനൊരു പറ്റിയ ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ള. വാഴക്കൻ അതിന് പോരാ. ഇപ്പോൾ വാഴക്കൻ ഇവിടെ ജയിക്കുമ്പോൾ വാഴക്കൻ്റെ ഏറ്റവും നല്ല കോൺസ്റ്റിറ്റ്യൂൻസി കാഞ്ഞിരപ്പള്ളിയായിരുന്നു. അത് പറ്റിയല്ല. വാഴക്കൻ അവിടുന്ന് പോന്നു. ആദ്യം മൂവാറ്റുപുഴ തോറ്റു. ഏറ്റവും നല്ല UDF കോൺസ്റ്റിറ്റ്യൂൻസി മൂവാറ്റുപുഴ. വാഴക്കൻ തോറ്റാ. പിന്നെ കാഞ്ഞിരപ്പള്ളി വന്നു. UDFന് ജയിക്കാമായിരുന്ന കോൺസ്റ്റിറ്റ്യൂൻസി അവിടെയും തോറ്റു. ഇത്തവണ ഏറ്റുമാനർക്ക് വന്നിരുന്ന വാസവൻ ജയിക്കുമായിരുന്നു ചിലപ്പോൾ. അങ്ങനെ ഒരു ഗുണം കിട്ടി. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള വിലയിരുത്തൽ, സ്വന്തം വിലയിരുത്തൽ, യൂതി വീർപ്പിച്ച വിലയിരുത്തൽ, അത് ഇവരുടെ നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും. എന്നാ ഗുഡ് സർവീസ് സെൻ്ററിൽ നിന്നൊക്കെ പറഞ്ഞ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന പോലെ ഏതെങ്കിലും ഗ്രൂപ്പ് നേതാക്കന്മാർ മുഴുക്കനാന്ന് പറഞ്ഞ് എഴുത്തെഴുതി കൊടുത്താൽ അതുകൊണ്ട് അത് വിറ്റ് കാശാക്കാൻ നടക്കുന്നവരവർ. ഇപ്പോൾ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തീരുമാനിക്കപ്പെടണമെങ്കിൽ എത്ര പേരുണ്ട്? എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാവും. ഇപ്പോൾ ഇഷ്ടംപോലെ പഞ്ചായത്ത് മെമ്പർമാരുടെ പ്രസിഡന്റ് ഒരു ഇലക്ടറൽ കൗൺസിൽ ഉണ്ടാക്കുക. കോൺഗ്രസിലെ പിന്നെ നേതാക്കന്മാർക്ക് പഞ്ഞയില്ല. ഇലക്ടറൽ കൗൺസിൽ കോൺഗ്രസിൻ്റെ ഉണ്ടാക്കുക. ആ കോൺഗ്രസിൻ്റെ ഇലക്ടറൽ കൗൺസിൽ എന്ന് പറയുന്നത് പഞ്ചായത്ത് മെമ്പർമാരും ഉണ്ടായിരിക്കണം. KSUൻ്റെ ഇലക്ടറൽ കൗൺസിൽ എന്ന് പറയുന്ന ഫസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത് ഈ നോമിനേഷൻ സിസ്റ്റം അങ്ങോട്ട് മാറ്റിയിട്ട് കോളേജിൽ നിന്ന് ജയിച്ച കൗൺസിലർമാർ വെച്ചൊരു ഇലക്ടറൽ കൗൺസിൽ ഉണ്ടാക്കണം. അപ്പോൾ ഗ്രൂപ്പിസം കുറയും. ഇത് 500 മെമ്പർഷിപ്പുള്ള മഹാരാജ് സ്കൂളിൽ ഇലക്ഷൻ മത്സരം കിട്ടുന്നത് 100 വോട്ടാണ്. അത് 250 വോട്ടാണ്. മെമ്പർഷിപ്പിൻ്റെ സമയത്ത് ഇവർ അടിച്ച് എല്ലാ SFIക്കാരെയും ABVPക്കാരെയും എല്ലാവരുടെയും പേര് ചേർക്കുകയാണ്. യൂത്ത് കോൺഗ്രസ്സിലും അത് തന്നെ. മെമ്പർഷിപ്പ് അനുസരിച്ച് ആളില്ല. ഇത് ഇപ്പോഴത്തെ വിജയം എന്ന് പറഞ്ഞത് അതിനെ കൃത്യമായിട്ട് വിലയിരുത്തണം. ഇത് കോൺഗ്രസിൻ്റെ വിജയമല്ല, കോൺഗ്രസ് പ്രവർത്തനത്തിൻ്റെ വിജയമല്ല. പിന്നെ രണ്ടാമത് ഏക അഡ്വാൻറ്റേജ് സംഘടനാപരമായിട്ടുള്ളതും സതീശൻ്റെ എടുത്ത നിലപാടുകളാണ്. ആ നിലപാടുകൾക്ക് ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. സതീശൻ അങ്ങനെ തന്നെ നിൽക്കും, ആ നിലപാട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നത്. ഉറപ്പില്ലല്ല, പ്രതീക്ഷയിൽ. ഈ വ്യത്യാസം കണക്കാക്കി ആരെയെങ്കിലും ഒരുമാതിരി കൊള്ളാവുന്ന DCC പ്രസിഡൻ്റായിരുന്ന ആരെയെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ DCC പ്രസിഡന്റ് ഇവിടെ കൊണ്ടുവരാം, കോഴിക്കോട് DCC MLA പ്രവീൺകുമാർ MLA, അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ DCC പ്രസിഡന്റ് MLA ആയിപ്പോയി. അല്ലാതെ തൃശ്ശൂരിൽ തോറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ലേ, പ്രതാപൻ. പ്രതാപന് വേണം KPCC പ്രസിഡന്റ് ആകാം. നിലവിൽ MLA സ്ഥാനമല്ല, ഒന്നുമില്ല. അല്ലേ, പ്രതാപനുള്ള പ്രശ്നം ഈ കുത്തിത്തിരിപ്പിന്റെ രാഷ്ട്രീയം. കെ മുരളീധരനെ തോൽപ്പിച്ചത് പ്രതാപനുള്ളൊരു സാധനം അല്ല, നിർണായക സന്ദർഭത്തിൽ ജയിച്ചത് BJP ആണ്. കുത്തിത്തിരിപ്പിന്റെ ഇവർക്കെല്ലാം ഉണ്ട്. ഈ കുത്തിത്തിരിപ്പിന്റെ രാഷ്ട്രീയമാണ് പ്രതാപനെ നശിപ്പിച്ചത്. പ്രതാപൻ നശിച്ചത്. പിന്നെ ഉണ്ടെന്ന് അനിലക്കരയൊക്കെ ഉണ്ട്. അനിലക്കരയുണ്ട്, ബെന്നി ബെഹനാൻ MP യാണ്. അനിലക്കരയ്ക്ക് ആ പ്രശ്നമില്ല. അനിലക്കര KPCC പ്രസിഡന്റ് ആക്കാവുന്ന ഒരാളാണ്. എന്തുകൊണ്ടും ആക്കാവുന്ന.
കേരളം മുഴുവൻ നടക്കണമെന്നുള്ളൂ. അതിന് സാധിക്കും അനിലേക്കരയ്ക്ക്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ സണ്ണി ജോസഫ് പ്രസിഡന്റ് ആവുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? അതെ, ഞാനടക്കം വിചാരിച്ചില്ല. ആരും വിചാരിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു. അനിലേക്കര ക്രിസ്ത്യനാണോ വേറെ ഏതെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും അനിലേക്കര ഒരു നല്ല കാൻഡിഡേറ്റാണ്. ഏതായാലും സവർണ്ണ നായരല്ല. അപ്പോൾ പിന്നെ നായരല്ലാത്ത ഒരാൾ ഒരു ഏതായാലും ഇപ്പൊ ഇക്കുറി കോൺഗ്രസ് നേരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആഭ്യന്തരമന്ത്രി നായരാണ്, മുഖ്യമന്ത്രി നായരാണ്, പോരാത്തിന് KC വേണുഗോപാൽ നായരാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നായർ സ്വാധീനം വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈഴവ വിഭാഗം എന്നാലും മുമ്പോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ക്രിസ്ത്യൻ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ രണ്ടാമതുള്ളത് ക്രിസ്ത്യൻസ് ആണ്. ക്രിസ്ത്യൻസ് കാരണം വെച്ചാൽ കേരള കോൺഗ്രസിൻ്റെ മന്ത്രികളുടെ അതിനകത്ത് കൂടും. അങ്ങനെ ഒരു സാധനമുണ്ട്. കോൺഗ്രസിൻ്റെ മാത്രമായിട്ട് വരികയല്ല, മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും നഷ്ടം അനുഭവിക്കുന്ന കോൺഗ്രസ്സിലെ KPCCയിലെ മുസ്ലിംസാണ്. അതെ, അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ മുസ്ലിംസിൻ്റെ എണ്ണം കഴിയുമ്പോൾ പിന്നെ എല്ലാം കൊടുത്താൽ ക്യാബിനറ്റ് മുഴുവൻ അവരാവും. കോൺഗ്രസിൻ്റെ ഒരു 3 പേരെ കൊണ്ടെടുത്ത പ്രശ്നം. അതുകൊണ്ട് കോൺഗ്രസ്സിൽ വരുന്ന മുസ്ലിങ്ങൾക്ക് മന്ത്രിസ്ഥാനത്തേക്ക് പാർലമെൻ്ററി സ്ഥാനത്തേക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടും എണ്ണം നോക്കുമ്പോൾ. ക്രിസ്ത്യൻസ് ഇപ്പോൾ കേരള കോൺഗ്രസ് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കോൺഗ്രസിന് ക്രിസ്ത്യൻസിന് അക്കോമഡേഷൻ കിട്ടിയേനെ. മാണി കൂടെ ഈ മുന്നണിയിലുണ്ടായിരുന്ന സംഗതി വെള്ളത്തിലായേനെ. അതെ അതെ. അപ്പോൾ മാണി പോയത് ലാഭമായി എന്ത് പറഞ്ഞാലും സംഘടനാപരമായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ എൻ്റെ മുമ്പിൽ സജസ്റ്റ് ചെയ്യാനുള്ള പേര് അനിലക്കര എന്നുള്ള പേരാണ്. വലിയ ഗ്രൂപ്പ്സ് ഇല്ല, എന്നാൽ സംഘടനാ പ്രവർത്തനം അറിയാം, നന്നായിട്ടറിയാം. അത് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന അനിലക്കര വേണം. എല്ലാ ജില്ലയിലും കാണും ആരെങ്കിലുമൊക്കെ. അവരെ വെച്ച് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് വരെ VS ശിവകുമാറിനെ പോലുള്ള തന്നെ ഗ്രൂപ്പിത്വത്തിന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ല മൊത്തം നശിപ്പിച്ച 2-3 പേരിൽ ഒരാളാണ്. അപ്പം അങ്ങനെ നോക്കാതെ ട്രാക്ക് റെക്കോർഡ് കൂടുതൽ ഗ്രൂപ്പ് കളിച്ച് സംഘടന വഷളാക്കാത്ത ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം വരും. അത് തൽക്കാലം ഈ വിഷയത്തെക്കുറിച്ച് പറയാം.